മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുത്, സർക്കാരിന് പണം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ദുരിതബാധിതർക്ക് നേരിട്ട് കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിച്ച ആളാണ് വയനാട്ടിലെ MP പ്രിയങ്ക ഗാന്ധി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് MP ഫണ്ടിൽ നിന്ന് പണം നൽകേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് തന്നെയാണ് ഇപ്പോഴും അവർ പറയുന്നത്. പുനരധിവാസത്തിന് സംസ്ഥാനത്തെ മുഴുവൻ ഇടതുപക്ഷ MPമാരും 25 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. മുഴുവൻ ഇടതുപക്ഷ MLAമാരും MPമാരും ഒരു മാസത്തെ ശമ്പളവും നൽകി. പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ഒരു നയാ പൈസ പോലും നൽകിയിട്ടില്ല. അതിൽ ദുരന്തബാധിതർ ഉൾപ്പെടെ പ്രതിഷേധിക്കുമ്പോഴാണ് പണം നൽകേണ്ടതില്ലെന്ന നിലപാട് പ്രിയങ്ക വീണ്ടും തുറന്നു പറയുന്നത്. ദുരന്തബാധിതർക്ക് രാഹുലും KPCC 100 വീടുകളും യൂത്ത് കോൺഗ്രസ് 30 വീടും പ്രഖ്യാപിച്ച ശേഷം ജനങ്ങളിൽ നിന്ന് കോടികൾ പിരിച്ചിരുന്നു. ആ ഫണ്ട് തിരിമറി തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് 19 മാസത്തിന് ശേഷം വ്യാഴാഴ്ച കോൺഗ്രസ് അവരുടെ വീടിന്റെ കല്ലിടൽ നടത്തിയത്. ആ ചടങ്ങിനെത്തിയപ്പോഴാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകേണ്ടതില്ലെന്ന് പ്രിയങ്ക വീണ്ടും പറഞ്ഞത്. കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ പദ്ധതി വൈകിയതിനെ സംസ്ഥാന സർക്കാരിനെയാണ് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തിയത്. വയനാട്ടിൽ കേരള സർക്കാർ നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകൾ കാണാനും പ്രിയങ്ക ഗാന്ധി എത്തിയിരുന്നു. ആ വീടുകളിൽ വയനാട്ടുകാർക്കുള്ള തന്റെ ആകെയുള്ള സംഭാവനയായ ആ കലണ്ടർ തൂക്കാൻ സ്ഥലമുണ്ടോ എന്നാണ് അവർ ചോദിച്ചതെന്നും പറയുന്നുണ്ട്. ഈ സഹോദരങ്ങൾ ഇപ്പോൾ കേരളത്തിന് ആകെ അപമാനമായി മാറുകയാണ്. ഇന്ത്യയിലെങ്ങും നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ വയനാട്ടിൽ അഭയാർത്ഥികൾ ആയി വന്ന് ആജീവനാന്ത കാലത്തേക്ക് മണ്ഡലം പിടിച്ചടക്കിയവരാണ് ഈ രണ്ടുപേരും. 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെ വോട്ടിന്റെ ഭൂരിപക്ഷം ഈ 2 പേർക്കുമായി വയനാട്ടുകാർ 2 തവണ നൽകിയിട്ടും ഈ ആങ്ങളെയും പെങ്ങളും വയനാട് ദുരന്ത നിവാരണ പാക്കേജിനോ ടൗൺഷിപ്പ് നിർമ്മാണത്തിനോ 1 രൂപ പോലും നൽകിയിട്ടുമില്ല. അവരുടെ വീട്ടിൽ നിന്നും നൽകേണ്ട കാര്യമില്ല, MP ഫണ്ടിൽ നിന്നും കുറച്ചെങ്കിലും കൊടുക്കാമായിരുന്നു. ഇപ്പോൾ അതേ ആങ്ങളെയും പെങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിൽ ടൂറിസ്റ്റുകളെ പോലെ വന്നിരുന്നു. ഞങ്ങൾ എന്തിന് സർക്കാരിന്റെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കണമെന്ന് പത്രക്കാരോട് വീണ്ടും ധാർഷ്ട്യത്തോടെയാണ് പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നത്. ഈ സംസ്ഥാനത്തിനോ അവരെ ജയിപ്പിച്ച മണ്ഡലത്തിനോ 5 പൈസയുടെ ഗുണമില്ലാത്ത, ഈ നാടിനു വേണ്ടി ഒരു ചോദ്യം പോലും ഉയർത്താത്ത ഈ നിർഗുണരായ സഹോദരങ്ങളെ ചുമക്കുന്നത് നമ്മുടെ ഗതികേട് തന്നെയാണ്. ഇവർക്ക് 2 പേർക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നും ആകാൻ പറ്റിയില്ല, ഇനിയോട്ട് ആകാനും പറ്റില്ല. കാരണം അങ്ങനെ ഒരു നേതൃത്വ ഗുണം ഇവർ 2 പേർക്കുമില്ല. അഥവാ കുറച്ചെങ്കിലും കഴിവോ ബോധമോ ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് എന്ന ഇവരുടെ പാർട്ടി ഇന്ത്യ ഭരിക്കുമായിരുന്നു. സ്വതവേ മണ്ടന്മാരായ ഇവരെ പറഞ്ഞു പറ്റിക്കാൻ വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കൾ കൂടിയുള്ളപ്പോൾ ഇനി ഭാവിയിലും ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ചേട്ടൻ ഭാവി പ്രധാനമന്ത്രിയായി ആയുഷ്കാലം മുഴുവൻ അറിയപ്പെടുന്നത് പോലെ അനിയത്തി ആജീവനാന്തം വയനാട് MP ആയിരിക്കും.